ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ആണെങ്കിൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ചിലർക്ക് വീഡിയോ ഇഷ്ടപ്പെടും, ചിലർക്ക് വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കും. വീഡിയോ എന്തായാലും കണ്ടു നോക്ക്. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, കണ്ടു നോക്ക്. ഓക്കെ ബൈ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് പന്നിയുടെ തലയാണ്. ഞങ്ങൾ രാവിലെ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. ആദ്യം ഇതിനെ നല്ല വൃത്തിയാക്കി കഴുകി എടുക്കാൻ നോക്കുക. മാക്സിമം എത്ര വൃത്തിയാക്കാൻ പറ്റുമോ അത്രയും വൃത്തിയായിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കണം. പന്നിയുടെ തലയായതുകൊണ്ട് ആരും വൃത്തികേടൊന്നും വിചാരിക്കണ്ട. നല്ല രുചികരമായൊരു മാംസമാണ് ഇതിൻ്റെത്. ഇതിൻ്റെ പുറം തോലെല്ലാം നമ്മൾ ചൂടാക്കി കളഞ്ഞതാണ്. അതിനുശേഷം നല്ല രീതിക്ക് കത്തിക്ക് വൃത്തിയാക്കി എടുക്കുക. നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ കഴുകിയെടുക്കണം. മാക്സിമം എത്ര വൃത്തിയാക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിക്ക് വൃത്തിയായിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ഇതൊരു മുഴുവൻ തലയാണ്. നമ്മളിതിനെ എന്തായാലും കട്ട് ചെയ്താലേ നമുക്ക് അതിനകത്ത് കുറച്ച് മസാല ചേർക്കാൻ പറ്റുള്ളൂ. അധികം മസാല ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് മുളക് പൊടി ചേർക്കുക ഇതിനകത്ത്. പിന്നെ അതിനോട് തന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അധികം മസാല ആയിക്കഴിഞ്ഞാൽ ഇതിന് വലിയ രുചി ഉണ്ടാകത്തില്ല. ഇതിന് ആവശ്യം കുറച്ച് മസാല മതി. അധികം മസാല മാക്സിമം ഇതേപോലെ തന്നെ ചെയ്യാൻ നോക്കുക. നമ്മുടെ മസാലകൾ ഒരുപാട് ചേർത്ത് ഇതിൻ്റെ രുചി കളയണ്ട. കാരണം അതിൻ്റെ മാംസത്തിന് തന്നെയാണ് നല്ല രുചിയാണ്. അതുകൊണ്ടാണ് മസാല നമ്മൾ മാക്സിമം കുറച്ച് തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വേറെ മസാലകളൊന്നുമില്ല. ഇനി ഇത് ചെയ്യേണ്ടത് രണ്ടും കൂടെ ഒരുമിച്ച് വച്ചിട്ട് നമുക്കിതിനെ ജോയിൻ ചെയ്ത് കെട്ടേണ്ടതാണ്. കാരണം നമ്മൾ ഒരുമിച്ച് ഫുള്ളും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്, ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മളിതിനെ രണ്ട് സൈഡിലും രണ്ട് ക്ലിപ്പ് പോലത്തെ കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടി യോജിപ്പിച്ചെടുക്കാൻ നോക്കുക. കാരണം നമ്മളത് കൊരുത്തിടുമ്പോഴത്തേക്കും ഇത് പൊട്ടി പോകാണ്ട് അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിയെടുക്കാൻ നോക്കുക. വലിയ ആഴത്തിലൊന്നും കുഴിക്കുകയൊന്നും വേണ്ട. ഒരു ശകലം ഒന്ന് നമ്മുടെ പന്നിയുടെ തല ഇറങ്ങി നിൽക്കാൻ വലുപ്പത്തിലുള്ള ഒരു ചെറിയൊരു കുഴി മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും. നമ്മളിത് ചെയ്യുന്നത് ചിരട്ടക്കനലിലാണ് ചെയ്യുന്നത്. കരി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം കനലെല്ലാം ആയിട്ടുണ്ട്, ചിരട്ട കത്തി കനലായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പന്നിയുടെ തല നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാം. ഇതേപോലെ എല്ലാവരും സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. പിന്നെ ഇതിലും ബെറ്റർ ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് തല ഇറക്കിയതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ആ കവർ ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു 3-3.5 മണിക്കൂർ നമ്മൾ ഇതിനകത്ത് നിന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. നമ്മളൊരു 3 മണിക്കൂർ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. വാവ് വാവ് വാട്ട് എ സ്മെൽ. വാ, കണ്ടോ എത്ര നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കിയേ. നല്ല കുക്കായിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ നോക്കിയേ, ഫുള്ള് നല്ല വേവായിട്ടുണ്ട്. നമുക്കിത് മാറ്റി എടുത്ത് കണ്ടോ.
ആ നല്ല ക്രിപ്സിയാണ് സാധനം. അത് നോക്കി എത്ര നമ്മൾ എന്ന് വെച്ചാൽ നല്ല മുരുവരാതിരിക്കും അമ്മാതിരി ഫ്രൈ ആയിട്ടുണ്ട്. വാവ്, എല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. നോക്കി എത്ര വൃത്തി, നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഓ, ഒരു രക്ഷയില്ല എൻ്റെ മോനെ, പൊളി ഉണ്ടോ, ഒരു രക്ഷയില്ല. കഴിച്ച് നോക്കണം, വേറെ തന്നെ അതിൻ്റെ ടേസ്റ്റ്. എല്ലാവരും വിചാരിക്കും പന്നി എന്ന് പറഞ്ഞാൽ ഒരു മോശം ഫുഡാണ്. നല്ല സൂപ്പറാണ് സാധനം. അതിൻ്റെ ഫ്ലഷ് നോക്കി ഇതിലും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല രീതിക്ക്. ഓ, നോക്കി അവൻ കഴിക്കുന്നത്, കൊതിയൻ. വാവ്. ഓ, അടുത്ത് വേറൊരാളും. എനിക്ക് വയ്യ. എന്താ സാധനത്തിൻ്റെ രുചിയോ ടേസ്റ്റോ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ. ഓ, അത് കൊണ്ട് പോവുക, അത് കൊണ്ട് നോക്കിയേ. എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ പുതിയ വീഡിയോസുമായി ഇനി ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ കൊറോണയും കോവിഡും എല്ലാമാണ്. നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പിന്നെ ഓക്കെ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തുടർന്ന് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളുടെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ.